വേഡിൻ്റെ പുതിയ വെർഷനായ 2010-ൽ Ctrl+P അടിച്ചുകൊണ്ടാണ് നമ്മളുടെ പ്രിൻ്റ് ഡോക്യുമെൻറ്റിലേക്ക് പോവുക. ഇവിടെ പ്രിൻ്റ് ഡോക്യുമെൻ്റ് കൊടുക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഈ സൈഡിലായിട്ട് അതിൻ്റെ വലത്തെ പെയിനിലായിട്ട് നമുക്ക് പ്രിവ്യൂ കൂടി ഒരുമിച്ച് കാണാൻ പറ്റുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് പ്രിവ്യൂ കാണുമ്പോൾ പ്രിൻ്റ് കാണാം, അതുപോലെ തന്നെ പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിവ്യൂ കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഒരു ഇപ്പോൾ പുതിയ ഇറങ്ങിയിട്ടുള്ള 2010, അതുപോലെ തന്നെ അതിൻ്റെ ശേഷം ഇറങ്ങിയിട്ടുള്ള പുതിയ വേഡിൻ്റെ വെർഷനിലും ഇതേ സംവിധാനം തന്നെയാണ്. അതിനുശേഷം ആവശ്യമായിട്ടുള്ള കോപ്പി സെറ്റ് ചെയ്യാം. എൻ്റർ കീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിൻ്റിലേക്ക് പോവാം. ഇതിനു മുമ്പായിട്ട് ഏത് പ്രിൻ്റിലേക്കാണ് പ്രിൻ്റ് അയക്കുന്നത് എന്ന് ഇവിടെ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്യാനായിട്ട് ഏരോ കീ ഉപയോഗിക്കാം. ഡൗൺ ഏരോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതിലേക്കാണോ നമുക്ക് പോകേണ്ടത് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ കാണുന്ന ഈ ഗ്രീൻ മാർക്ക് ടിക്ക് മാർക്ക് കാണുന്ന പ്രിൻ്ററിലേക്കായിരിക്കും ബൈ ഡിഫോൾട്ടായിട്ട് പോവുക. ഇത് മാറ്റുന്നതിനായിട്ട് ഇത് നമുക്ക് ബൈ ഡിഫോൾട്ടായിട്ട് ഒരു പ്രിൻ്റർ വരണമെന്നുണ്ടെങ്കിൽ ആ പ്രിൻ്ററിൻ്റെ ഡിവൈസിൽ പോയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഇതിനായിട്ട് നമ്മൾ ഇവിടെ ആഡ് എ പ്രിൻ്റർ എന്നുള്ളതിലേക്ക് പോവാം. അതല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക കൺട്രോൾ പാനലിലേക്ക് പോവാം. ഹാർഡ്വെയർ ആൻഡ് സൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ വന്നുകൊണ്ട് ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ പ്രിൻറ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. പ്രിൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നമ്മളിവിടെ നേരത്തെ ഇവിടെ കണ്ട അത് ഈ പച്ചയായിട്ട് കാണുന്ന ഈ ടിക്ക് മാർക്കുള്ള ഈ പ്രിൻ്റർ ഇതേ പ്രിൻ്റർ തന്നെയാണ് ഇവിടെയും കാണുന്ന ടിക്ക് മാർക്കുള്ളത്. നമ്മൾ ബൈ ഡിഫോൾട്ടായിട്ട് ഈ പ്രിൻ്റർ ആയിരിക്കും വരുന്നത്. അതായത് നമ്മൾ പ്രിൻ്റ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ പോകുന്നത് ഡയറക്റ്റായിട്ട് ഇതിലേക്കായിരിക്കും. നമുക്ക് ഒരു പ്രത്യേക പ്രിൻ്ററിലേക്കാണ് സ്ഥിരമായിട്ട് പോകേണ്ടതെങ്കിൽ ആ പ്രിൻ്ററിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ വന്നതിന് ശേഷം ആ പ്രിൻ്ററിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം സെറ്റ് ആസ് ഡിഫോൾട്ട് പ്രിൻ്റർ എന്നുള്ള ഈ ലിസ്റ്റിൽ കാണുന്ന രണ്ടാമത്തെ ഐറ്റം ആയിട്ടുള്ള സെറ്റ് ആസ് ഡിഫോൾട്ട് പ്രിൻ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണാം ഇത് ഇവിടെ മാറിയിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഇവിടെയും ആ മാറ്റം സംഭവിച്ചിരിക്കുന്നത് കാണാം. കണ്ടോ? ഇതിലാണ് വേണ്ടതെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെറ്റ് ആസ് ഡിഫോൾട്ട് പ്രിൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മാറി, അതുപോലെ തന്നെ ഇവിടെയും മാറി. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ഡിഫോൾട്ട് പ്രിൻ്ററിനെ സെറ്റ് ചെയ്യുക. ഒരു പ്രത്യേക പ്രിൻ്ററിലേക്കാണ് എപ്പോഴും പ്രിൻ്റ് പോകേണ്ടതെങ്കിൽ ഡിഫോൾട്ട് പ്രിൻ്റർ സെറ്റ് ചെയ്യാം. ഇത് എല്ലാ സോഫ്റ്റ്വെയറുകൾക്കും ബാധകമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്.